എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി നല്ല ഹെവി ആയിട്ട് ഡൗണിൽ പോയി. പക്ഷേങ്കിൽ 23,000 താഴെ പോയിട്ട് ഇടായി ജസ്റ്റ് മുകളിൽ കയറി നിന്നു. ഇവിടെ നോക്കിയാൽ അറിയാം, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇടായതിന് ശേഷമാണ് വൺ സൈഡ് താഴോട്ട് ഇറങ്ങി വന്നത്. അതിനുശേഷം പിന്നെ നല്ലൊരു കവറിങ് വന്നു. അതിനുശേഷം വീണ്ടും നല്ല രീതിയിൽ കുത്തനെ താഴെ പോയി മാർക്കറ്റ്. വോൾട്ടാലിറ്റി ഇൻഡെക്സ് നോക്കിയാൽ അറിയാം, ഇവിടെ അത് 17 മുകളിലാണ്. അപ്പോൾ വോൾട്ടാലിറ്റി ഇൻഡെക്സ് ഈ 17 എന്നൊക്കെ പറയുമ്പോൾ മാർക്കറ്റിൽ ഹെവി മൂവ്മെൻ്റ് ആയിരിക്കും, മുകളിലോട്ടും താഴോട്ടും ഒക്കെ നടക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് വരുന്ന പ്രോഫിറ്റോ അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് മാറുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ലോസ് അടിക്കും ഇൻഡെക്സിനകത്ത്, ഓപ്ഷൻസിനകത്തൊക്കെ. അപ്പോൾ എൻ്റെ ഒരു കണക്കൂട്ടിൽ ഞാൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, മാർക്കറ്റ് 23,000 താഴെ പ്രാവശ്യം വന്നാലും തിരിച്ച് കയറാൻ തന്നെയാണ് ചാൻസ്. ഒത്തിരി കയറുമെന്നല്ല, കുറച്ച് ഒരു മാക്സിമം ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ ഒരു നല്ലൊരു ഹെവി മൂവ്മെൻറ്റ് വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ 24,700 മാക്സിമം ആ റേഞ്ചാണ് വരാൻ ചാൻസ് ഉള്ളത്. ഇപ്പോഴത്തെ കണ്ടീഷൻ അതുപോലും വരിക 24,000 പോലും വരുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഈ റേഞ്ചിൽ നിന്ന് അധികം താഴോട്ട് പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. മാർക്കറ്റ് 23,000 22 ചിലപ്പോൾ 22,800 ആ റേഞ്ചിലോട്ടൊക്കെ പോയെന്നിരിക്കാം. പക്ഷേ അതിൽ കൂടുതലൊന്നും താഴോട്ട് മാർക്കറ്റ് പോകുന്നത് പെട്ടെന്ന് വിചാരിക്കുന്നില്ല. അതിനുശേഷം കവറിങ് വന്നതിന് ശേഷമായിരിക്കാം നല്ല രീതിയിൽ ഇറങ്ങിപ്പോകുന്നത്. കവറിങ് എന്ന് പറയുമ്പം ചിലപ്പോൾ 10-300 ഇപ്പം 23,000 അടുത്ത് വന്നിട്ട് 23,500 അടുത്ത് വന്നു. അതിനുശേഷം തിരിച്ച് വീണ്ടും ഇറങ്ങി, വീണ്ടും ചിലപ്പോൾ 23,500 700 ഒക്കെ പോയിട്ടായിരിക്കാം ചിലപ്പോൾ അടുത്തൊരു ഇറക്കം ഇറങ്ങുന്നത്. എന്തായാലും 23,000 22,800 റേഞ്ചിൽ നിന്ന് അധികം അങ്ങോട്ട് ഇറങ്ങുമെന്ന് എനിക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ തോന്നുന്നില്ല. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയാണ് നല്ല ഹെവി വീക്ക്നെസ്സിന് കാണിച്ചത്. ഇന്നലെ നല്ല അപ് ട്രെൻഡ് മാർക്കറ്റിൽ കൊണ്ടുപോയതും ബാങ്ക് നിഫ്റ്റിയാണ്. അതുപോലെ ഇന്ന് താഴോട്ട് വലിച്ചിട്ടതും ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകളാണ് ഇത്. ഈ ഷെയർസിനകത്ത് നമുക്ക് പല ഷെയറുകളും ആവറേജ് ചെയ്യുന്ന ചാൻസ് വരുമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. നമുക്ക് ഈ മാർക്കറ്റ് വീക്കാകുമ്പോൾ നമുക്ക് ആവറേജ് ചാൻസ് കിട്ടും, നമുക്ക് എടുക്കാം. ഞാൻ ആ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവറേജിൽ നമുക്ക് ചാൻസ് വന്ന് ഇവിടെ നോക്കിയാൽ ബൽറാംപൂർ ചിന്നി ആവറേജ് 508, ത്രിവേണി 408.76. അപ്പോൾ ഇതിന് മുകളിൽ വന്നിട്ട് ഈ ഷെയർ രണ്ടും നല്ല രീതിയിൽ ചാൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ കിംസ് എന്ന് പറയുന്ന ഈ ഷെയറും ആവറേജ് വന്നിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പം ബൽറാംപൂർ ചിന്നി നമുക്ക് നോക്കാം. ബൽറാംപൂർ ചിന്നി പ്രീവിയസ് ഡേ ഹൈ ഒന്നും വരുന്നില്ല. അപ്പം ഇത് കണ്ടില്ല, ഇത് ഓപ്പണിങ്ങിലൊരു അപ് ട്രെൻഡ് വന്നു, 512 വരെ വന്നു. നമുക്ക് 508 ഈ റേഞ്ച് വരുമ്പോൾ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 508 നമുക്ക് 502 വരെ 6 രൂപ വരെ കിട്ടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും പോയി ഹൈയുടെ അടുത്ത് വരെ പോകുന്നുണ്ട്. വീണ്ടും തിരിച്ച് 508 അടിച്ചാൽ നമുക്ക് വീണ്ടും 504 വലിയ കുഴപ്പമില്ലാത്ത ചെറിയ പ്രോഫിറ്റ് അതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോളോയ്ക്കകത്ത് ഇത് നല്ല വൺ സൈഡ് നമുക്ക് ചാൻസ് വന്ന ഷെയറാണ്. ഓപ്പണിങ് ഫ്ലാറ്റ് ഓപ്പണിങ് ഒന്ന് നേരെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. അതിനുശേഷം വൺ സൈഡ് താഴെ പോയി 155 എന്നത് 142 വരെ വന്നു. 13 രൂപ വൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു. പിന്നീട് അത് തന്നത്. അതുപോലെ വേറെ ഷെയർ എന്ന് പറയുന്നത് ത്രിവേണിയുടെ ആവറേജ് നോക്കിയാൽ 408.76. ഓപ്പണിങ്ങിൽ അത് 410, 10-90, 11 റേഞ്ചിലോട്ട് വന്നു. നമ്മൾ 408 താഴെ പോകുമ്പം 408 ഈ റേഞ്ചിൽ നിന്ന് നമ്മൾ എൻട്രി എടുത്താൽ 408 എന്നത് 395 വരെ 13 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് വൺ സൈഡ് മൂവ്മെൻ്റ് ആണ് തരുന്നത്. മാർക്കറ്റ് ഹെവി വീക്കാണെങ്കിൽ നമുക്ക് ചാൻസ് തരാൻ സാധ്യത പ്രീവിയസ് ഡേ ഹൈ ഒന്നും അടിക്കാതെ ഷെയറുകൾ ഇറങ്ങും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതുതന്നെയല്ല, തലേദിവസം ഈ ഷെയർ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഹൈ പോയതിന് ശേഷം ഇവിടെ നോക്കിയാൽ അറിയാം, ബൽറാംപൂർ ചിന്നി ഹൈ 18 വരെ അടിച്ചു. അതിനുശേഷം ക്ലോസ് വരുന്നത് 502 അപ്പോൾ വീക്ക് ക്ലോസിങ് ആണ് വരുന്നത്. ത്രിവേണിക്കകത്തും അതുപോലെ 418 വരെ പോയി 403 വന്ന് നിന്നു. അപ്പോൾ ഇങ്ങനെ വീക്ക് ക്ലോസിങ് വരുന്ന ഷെയർസിനകത്ത് നമുക്ക് തലേ ദിവസത്തെ ആവറേജ് ചെയ്യുന്ന ചാൻസ് കിട്ടുവാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ.
അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ ട്രേഡിങ്. നമുക്ക് ചാൻസുകൾ തന്ന ഷെയർ, വേറെ അല്ലാത്ത ഷെയറുകൾ നോക്കിയെടുത്ത് നമ്മൾ വേറെ ഷെയറിനകത്ത് ട്രേഡ് എടുത്തിട്ടുണ്ട്. സ്കാൽപ്പിംഗ് മോഡലാണ് കൂടുതലും ട്രേഡ് എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഇന്നത്തെ ട്രേഡിങ് ചെയ്തൊക്കെ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം. ഇത് ഫുൾ സ്കാൽപ്പിംഗ് ആണ്. ഇതിനകത്ത് ഇപ്പോൾ നെറ്റ്വർക്ക് ഐറ്റം ചുമ്മാ ഒരു ഡെലിവറി എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സ്കാൽപ്പിങ്ങിൽ കൂടാണ് ട്രേഡ് എടുത്തത്. ഇവിടെ നോക്കിയാൽ അറിയാം എത്ര പ്രോഫിറ്റ് ഉണ്ട്. ഇത്രയും മാർക്കറ്റ് അടിച്ചിട്ട് പോലും ഫുൾ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റി, മോശമല്ലാത്ത പ്രോഫിറ്റ് എടുക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ഇനി നാളത്തെ നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഷെയറുകൾ നോക്കാം. നാളത്തെ നമ്മൾ ഇത്രയും ഷെയറുകളാണ് എടുത്തു വച്ചേക്കുന്നത്. ഇതിനകത്ത് ഈ AMN പ്ലാസ്റ്റ് എന്ന് പറയുന്ന ഈ ഷെയർ ഓപ്പണിങ് നമ്മൾ ശ്രദ്ധിക്കണം. ഞാനത് ഇതിനകത്ത് കാണിച്ചു തരാം. AMN പ്ലാസ്റ്റ് AMN പ്ലാസ്റ്റിൻ്റെ ഈ പ്രൊഡക്റ്റീവ് ചാനൽസിൻ്റെ ഇത് കണ്ടോ, ഈ ഒരു ഇതാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. നാളെ ഇത് ചിലപ്പോൾ ഈ പ്രൊഡക്റ്റീവ് ചാനൽ ഇങ്ങോട്ട് മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റീവ് ചാനൽസ് തന്നെ ആയിരിക്കും ഇങ്ങോട്ട് കിടക്കുന്നത്. നല്ല ഹെവി മൂവ്മെൻറ്റ് വന്നെങ്കിൽ മാത്രമേ അടുത്തൊരു റേഞ്ച് വരത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ ക്ലോസ് ആയി ഷെയർ ഉറപ്പായിട്ടും ഈ ഒരു റേഞ്ചിൽ ഓപ്പണിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു സെല്ലിങ് വന്നതിന് ശേഷമായിരിക്കും അടുത്തൊരു മൂവ്മെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ നാളെ ഇത് ഈ ഹൈ അടിക്കുകയൊക്കെ ചെയ്താൽ തിരിച്ചന്നേരം ഒരു പ്രൊഡക്റ്റീവ് ചാനൽസ് അടുത്ത ലെവലോ ക്രിയേറ്റ് ആയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി വരും. പക്ഷേ അടുത്ത ലെവൽ ഇതായി കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും ഒരു 4 ലെവലായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഹൈയിൽ പോയി ഇറങ്ങുമ്പോൾ മാത്രമേ ട്രേഡ് എടുക്കാവൂ. അപ്പം കൂടുതൽ ഷെയറിനകത്തും ഇന്ന് ഞാൻ ചെയ്ത പ്രൊഡക്റ്റീവ് ചാനൽസിൻ്റെ ഇത് വെച്ചിട്ടാണ് കൂടുതൽ ചെയ്തത്. നമുക്ക് വേറെ ചാൻസുകളില്ലായിരുന്നു. അപ്പം എന്തായാലും സ്കാൾപ്പിംഗ് ചെയ്യാൻ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഷെയറിനകത്ത് ഈ ഒരു റേഞ്ച് വന്നിറങ്ങുന്നേണ്ട ചാൻസാണ്. അതല്ല പുതിയൊരു ലെവൽ വന്നെങ്കിൽ പിന്നെ ആ ലെവലിൻ്റെ മുകളിൽ പോയതിന് ശേഷം വരുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്യാവൂ. ഓക്കെ. അപ്പോൾ പിന്നെ ഓൺവേർഡ് ടെക്ക് ഇത് ഹെവി ട്രേഡ് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പം നാളെ ചിലപ്പോൾ ഈ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പം കുറച്ച് ചാൻസ് നല്ല തരാൻ സാധ്യതയുണ്ട്. മെദാന്ത എന്ന് പറയുന്ന ഷെയർ R1 ഒക്കെ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയാണ്. R1 എന്ന് പറയുമ്പം 1081. ചിലപ്പോൾ ഇത് 1100 റേഞ്ചിലൊക്കെ പോയിട്ടായിരിക്കും. 1100 മുകളിൽ കയറിയിട്ട് 1100 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ഇപ്പോൾ 1105 10 ഒക്കെ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ 1100 താഴെ വരുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കുക. ഇപ്പം ഇവിടെ 1106 ഉണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങണമെങ്കിൽ ഇവിടെ എടുക്കാം. അതല്ല 1102, 3 ഒക്കെ വന്നിട്ട് താഴോട്ട് വരുവാണെങ്കിൽ 1100 താഴെ വരുമ്പോൾ നമ്മൾ ആ 3 രൂപയുടെ റിസ്ക് എടുത്തിട്ട് നമ്മൾ എൻട്രി എടുക്കുക, സെല്ല് ചെയ്യുക. ഈ ഷെയർ നാളെ താഴെ പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ റിസ്ക് എടുക്കരുത്. ഇത് 10% ഷെയറാണ്. ഹൈ അടിച്ചിട്ട് ഇറങ്ങി വരുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. മെഡിക്കോ എന്ന് പറയുന്ന ഷെയറും ഈ R2 കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. 20 മൈക്രോൺ ഹൈയും R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയർ. തൻലായും FACTയും വീക്ക് ക്ലോസിംഗ് ആണ് ഷെയർ. അതിൽ വരുമ്പോൾ ആവറേജ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ആവറേജ് വന്നിട്ട് ഇറങ്ങുന്ന കണ്ടാൽ അവിടെ നമുക്ക് ഇവിടെ 972, ഇവിടെ 682. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളത്തെ ഷെയർസ്. കുറച്ച് ഷെയർ എടുത്തിട്ടുള്ളൂ. പിന്നെ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് പിന്നെ ബാക്കി നമുക്ക് ആ സമയത്ത് ഗ്രൂപ്പിൽ പറയാം. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.